പാല് കുടിപ്പിക്കാൻ വേണ്ടി. ഗോഡ്സില്ല കൂടാതെ ഫുഡുകള് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നമസ്കാരം, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ എയർപോർട്ടിൽ നിന്നിട്ടാ. തായ്ലാൻഡ് ട്രിപ്പിന്റെ വിശേഷങ്ങൾ, എന്തിനാണ് തായ്ലാൻഡ് പോണേ, എങ്ങനെ പോണു, ആരുടെ സഹായത്തോടു കൂടി പോണു, എന്തൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ തരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആരുടെ കൂടെ പോണേന്നുള്ളത് ഇപ്പോൾ കാണിക്കാം. ഞാനുണ്ട്, ജിലുവൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫാമിലി ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ തായ്ലാൻഡ് ട്രിപ്പിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഹായ്. അതെ, ബാബു സാപ്പൻ, ജിലു, അഭിനവ്, ബെല്ലമേമ, മമ്മി, പപ്പ. ആളെന്നിട്ട് നമ്മള് ട്രാവൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി പോണ കേട്ടോ. അതെ, അതിന്റെ ആൾക്കാർ രണ്ടുപേരുണ്ട്. ആദ്യം നമുക്ക് ആളെ പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് ബാബു എന്നാണ്, ബാബു തിമോത്തി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു തായ്ലൻഡ് ബാങ്കോക്ക് പട്ടായ ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ടൂറായിട്ട് നിങ്ങൾക്ക് മാറട്ടെ. ഓൾ വിഷസ്. നിങ്ങളുടെ ട്രാവൽ ഏജൻസിയുടെ പേര്? സ്ഥാപനത്തിന്റെ പേര് ഞങ്ങളുടെ ഗപ്പി ഹോളിഡേയ്സ്. ഞങ്ങൾ തായ്ലൻഡ്, മലേഷ്യ, അസർബൈജാൻ, ഇതാണ് ഇന്റർനാഷണൽ ലെവലിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഗോവ, ഹൈദരാബാദ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വർഷം തന്നെ കുളു, മണാലി, കാശ്മീർ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരെയും ഗപ്പി ഹോളിഡേയ്സ് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ഷിജോ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഗപ്പി ഹോളിഡേയ്സ് നടത്തുന്നത്. ഒരു 2013 മുതൽ ഞങ്ങൾ ഓൾറെഡി ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൊറോണ ടൈമിലാണ് മാത്രമാണ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക്. പക്ഷേ വീണ്ടും നന്നായി റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നന്നായിട്ട് കുറേ ഗ്രൂപ്പുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഡൊമസ്റ്റിക് ലെവലിലും ഗോവ, ഹൈദരാബാദ്, ഇപ്പോൾ കാശ്മീരും ഡൽഹിയൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ല രീതിയിൽ എന്തായാലും നിങ്ങളുടെ ടൂർ ഗംഭീര ടൂറായിട്ടാണ് അവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. നിങ്ങൾ തിരിച്ചു വരുമ്പോഴും ഈ ഒരു സന്തോഷത്തോടെ, അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു സന്തോഷത്തോടു കൂടി നിങ്ങൾ എല്ലാവരും വരുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങളുടെ വിജയം കൂടി. കാരണം നിങ്ങളുടെ ടൂർ ഏറ്റവും കൂടുതൽ നന്നാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം. അപ്പോൾ നല്ലൊരു ടൂർ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങൾ അവിടെ എല്ലാ അറേഞ്ച്മെന്റും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ ജിലുവിന്റെ കസ്റ്റമറാണ് ഇവര്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവരെ ഏൽപ്പിച്ചേട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങള് ഫാമിലി പോണേട്ടോ. ഫാമിലി ടൂറാണ് തായ്ലാൻഡ് പട്ടായ. വെൽക്കം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാ ടൂർക്കും ഉണ്ടല്ലേ? ഓക്കെ, ബാഗ് നീ എടുത്താൽ ഞാൻ ഫ്ലവർ എടുക്കാം. ബാഗ് യെസ്. ബെല്ല മാം അടുത്ത്. അഭിനവ് കേട്ടോ. ബെസ്റ്റിൻ ഫ്രം കാനഡ ആണ് കേട്ടോ. ബെസ്ലിൻ ബാബുസ് അല്ലേ? തുറക്കണ്ട, ഞാൻ പറഞ്ഞു. നമ്മൾ ഈ വണ്ടിയിലാണ്, എയർപോർട്ടിലാണത്. നമ്മളിപ്പോ ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞ സൂല് വന്നേക്കണം കേട്ടോ, തായ്ലാൻഡിലത്തെ. നമ്മൾ ആ വണ്ടിയിലാണ് ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഫോട്ടോ വിത്ത് ടൈഗർ.
Sir, mobile phone keep him. You have mobile phone for camera. I take photo for you. അതെ അബി ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കണ അബിയുടെ ടൈഗറിന്റെ കൂടെ കുള്ളൻ ആടുകൾ അഭിനവ് സിംഹത്തിന് ഇത് കൊടുക്കാൻ പോകട്ടാണ് പാല് കൊടുക്കാൻ പോകും Ni mẹ cha. Shoe, Mr. Shoe. Look camera. ജിലുവിനെ പാല് കുടിപ്പിക്കാൻ വേണ്ടിട്ട് പുലി വരുന്നുണ്ട് ഇങ്ങനെയാണ് പരിപാടി തലേമന്ന് കൈ You camera, madam, ma'am, you camera. Chắc bưng anh đấy, chắc của hắn. Chắc bưng anh đấy, chắc của hắn. ക്രോക്കഡൈലിന്റെ കൂടെ ഫോട്ടോ എടുക്കാട്ടോ ക്രോക്കഡൈല് ഇതിന്റെ ഷോ ഉണ്ട് ഇവിടെ കുറച്ച് കഴിഞ്ഞാണ് ടിക്കറ്റ് ഉണ്ട് ജിലു മുതലയുടെ കൂടെ വന്നിട്ട് ജീവനുള്ള അല്ല അതിൻ്റെ ഉള്ളിൽ ക്രോക്കഡൈലിൻ്റെ ഷോ ഉണ്ട് ഉണ്ടാ അതിൻ്റെ പുറത്തുള്ളതാണ് ഇനിയിപ്പോൾ അവിടെ ടൈഗറിൻ്റെ ഷോ നടക്കുന്നുണ്ട് അങ്ങോട്ട് പോയി നോക്കാം ദേ പുലി വെള്ളത്തിൽ കുളിക്കുന്നു നിറയെ പുലികളുണ്ട് ടൈഗറിന് ഫുഡ് കൊടുക്കുന്ന പരിപാടി ഉണ്ട് രണ്ട് ചേച്ചിമാർ ഇതെന്തോ ചിക്കൻ്റെ എന്തോ ഭാഗങ്ങളൊക്കെ ആക്കി ഉണ്ടാ വിളിക്കുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ പുലികൾ ഇവിടെ ഉണ്ട് ഉണ്ടാ അതുപോലെ നമുക്ക് ഫുഡ് വേണമെങ്കിൽ കൊടുക്കാം You want to feeding by yourself, you can buy ticket more. One ticket 200 baht, you can ആ share. 200 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുലിക്ക് ഫുഡ് കൊടുക്കാന്നാണ് പറയുന്നത് ചേച്ചി വെള്ളം ചൂടല്ല അതുകൊണ്ടാക്കണമെന്നാണ് കുറേ പുലികളുണ്ട് കേട്ടോ ഇനി അടുത്ത് ക്രോക്കഡൈലിന് ഫീഡിങ് അവിടെ വല്ലതും ഉണ്ടോ മുതലക്കുട്ടികൾ ആ മുതല നമ്മുടെ അവിടെ തൃശ്ശൂർ ആ ഫോൺ അയ്യോ ഇപ്പൊ തന്നെ തീരുമാനം
തിന്നണ സാധനം വിചാരിച്ചിട്ട് പിടിക്കും ചിലപ്പോൾ. ഇത് ഒറിജിനലല്ല. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ക്രോക്കഡൈലിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കണ പോലെ തോന്നുന്നു. ഇത് കുട്ടി, ക്രോക്കഡൈലിൻ്റെ കുട്ടി. വണ്ടി വന്നു, നമ്മൾ പോവാണ്. അവിടെ ക്രോക്കഡൈലിൻ്റെ കുട്ടി ആളുടെ കയ്യിൽ. കണ്ട Take photo with baby crocodile 150. ആ ക്രോക്കഡൈലിൻ്റെ കുട്ടികൾ. ഇതിൽ നിറച്ച് കുട്ടികളുണ്ട് കേട്ടോ ക്രോക്കഡൈല്. ഇവിടെ ഒരു ചേച്ചി ക്രോക്കഡൈലിൻ്റെ കുട്ടീനെ വായ കെട്ടിയിട്ടാ. അത് കുഴപ്പമില്ല. Excuse me, hello, modern. Take a photo. ഓക്കെ സോറി. 150 പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രോക്കഡൈലിൻ്റെ കൂടെ അങ്ങനെ ഫോട്ടോ മടിയിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാന്നാണ് പറയുന്നത്. One more hand, you go baby crocodile. One more crocodile. ചേച്ചിയുടെ തോളത്ത് 2 Goแล้วนะ അടുത്തത് അഭിനവാണ് കേട്ടോ. അഭിനവ് ഇരിക്കുന്നുണ്ട് നമ്മുടെ ക്രോക്കഡൈലിന് പിടിച്ചിട്ട്. ഞാൻ അടുത്തതിനെ 2 തന്നെ വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഫോണിലേക്ക് നോക്കടാ.เก็บแล้วเรียบแล้วนี่ครับ ഇതിൽ വെറുതെ കയ്യിലൊരു കുട്ടീനെ എടുത്തിട്ട് താലോലിക്കിട്ടാ. ഇതിന് പിന്നെ ഉണ്ടോ? How many months? 1 year or 2 years 1 year. first come out long maybe 20 cent ഒരു വർഷമായി എന്ന് പറയുന്നത് അതൊരു 1 month or 1 year 2 year. ആ ശരി, 2 കൊല്ലൊക്കെ ആയി. ഇതും 1 കൊല്ലമായിട്ടുള്ളതാണ് കേട്ടോ. മെയിൽ ഫീമെയിൽ വിച്ച് മെയിൽ? and now so small ആ സ്മോൾ. cannot check ആ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നവർ. men and female own inside ഒക്കെ me take from my hand put inside no have something woman male have in a little have male not same സെക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ മെയിൽ ഏതാ ഫീമെയിലാണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അറിയുള്ളൂ. ഇടല്ലടാ. പിടിച്ചു മുതല കടിച്ചു. അഭിനവിനെ മുതല കടിച്ചു. പാർക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വന്നാണ് കേട്ടോ നമ്മൾ. തായ്ലാൻഡിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ. പട്ടായ ട്ടാ, പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ടിക്കറ്റ് കിട്ടിയില്ല. എത്ര ടിക്കറ്റിന് ചാർജ്? ആ അല്ലാന്ന് ശരിക്കും എത്ര ചാർജ് ഉണ്ട് ഇവിടെ? ഇല്ല നമ്മുടെ ഇതില് പെട്ടിട്ടുള്ളതാണത്.
ഇത് പഴയ രാജാക്കന്മാരുടെ സാധനം ഒന്നും ഉണ്ടല്ലേ? പ്ലാസ്റ്റിക് ഒന്നല്ല. പ്ലാസ്റ്റിക് ഇത് ഒറിജിനലാ. എന്തൊരു പരിപാടി? തോക്ക്. വെടിവെക്കാന്ന്. Tôi máy nàng giang các chị. Ok. Chút. Đúng không? Ok. One make up for Cinemia 150, 220, 250. This one, folding cut 380. Folding. Câu bán á. Sẵn bệnh mới đài đó. ഫാൻ മെയ്ഡ് തോക്കുകൾ കേട്ടോ. തോക്ക് പോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് വെറുതെ ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുക. റബ്ബർ ബാൻഡ് മാത്രം പോവുള്ളൂ. കളിക്കാൻ, പിള്ളേർക്ക് കളിക്കാൻ. ഓക്കെ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ബനിയാൻസ്, ബോക്സിങ്ങിന്റെ ഐറ്റംസ് എല്ലാവരും. വൈറ്റില്ലേ? കീ ചെയിനുകളാണ് കേട്ടോ. വാച്ച്. മുകളില് നല്ല സ്റ്റൈലാട്ടാ, നോക്കിയേ. നല്ല സ്റ്റൈലൻ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള സ്ഥലം കേട്ടോ.
നമ്മളാ ഫോട്ടോ എടുക്കണ ഒരാള് പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളല്ലേ അടിപൊളിയായി കിട്ടാ. കൈ മാറ്റ്. ഓഫില്ല. ഇവിടെ നമ്മുടെ ഓരോ പരിപാടികൾ നടത്താനുള്ള സ്ഥലമൊന്നും നമ്മള് ബോട്ടിൽ കയറി കഴിഞ്ഞ് വന്നപ്പോണ്ട ഒരു നമ്മളറിയാണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബസ്സിന്റെ ഫോട്ടോ, ഇതാരുടെ ഫോട്ടോ, ബാബു സാപ്പൻ ബെല്ലമേമ, ഇതാരുടെ പപ്പ മമ്മി. കിലു ബോട്ടിൽ സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഷോപ്പിംഗ്. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. മുതലക്കുഞ്ഞ് വിരിഞ്ഞാണോ മുട്ടയുടെ ഉള്ളിൽ നിന്ന്, അതുവരെ അവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ അതിന്റെ ഇറച്ചി റെഡിയാക്കി വെച്ചിട്ടാ. എന്താ ബാർബിക്യൂ, മസാല സ്പൈസി, ബ്ലാക്ക് പെപ്പർ. പാറ്റ, പുഴു ഐറ്റംസ് ഇട്ടാ. തേള്, ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ പുറത്തേക്ക് എത്തി. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കയറുന്നു. ഗോൾഡൻ ബീച്ച് റിസോർട്ടില്ല. അടുത്തത് ഒരു ഡാൻസ് പ്രോഗ്രാമാണ്, അപ്പോൾ അതിന് പോവാണ്. ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിർത്തിയേക്കണം. കണ്ട
nào nhỉ? 1, 2, 3, Bảo Khánh cho tay bật tim. Đừng rồi, đây. ഇതിനകത്ത് നമ്മള് പുറത്ത് ആൾക്കാരെ കണ്ടിരുന്നില്ല, അവരുടെ ഡാൻസൊന്നുമില്ല. പുറത്ത് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നില്ല, അവരുടെ ഡാൻസിന്. അപ്പോൾ അവരുടെ ഡാൻസിന് ഇവിടുത്തെ മെയിൻ ഒരു ഷോയാണ്. ഈ ഡാൻസ് കഴിഞ്ഞിട്ടാണ് മറ്റവർ അവിടെ കാത്തിക്കുന്നത്, നമ്മളെ കാത്തിക്കുന്നത് ബാത്ത് മേടിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം, എക്സ്ട്രാ കയ്യിൽ നമ്മുടെ പൈസ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അവിടെ ഉള്ളവരൊന്നും ആരും ഫോട്ടോ എടുക്കാനൊന്നുമില്ല. പിന്നെ അതേ കണ്ട അടിപൊളി, അവരുടെ തലയിലും ഇതൊക്കെ കണ്ട ഭയങ്കര ഒരു ഇതാണ് അവരുടെ ഡാൻസിന്റെ ഒരു പ്രത്യേകതയാണിത്. അൽക്കാസർ ഡാൻസ് ഷോ പട്ടായ, അങ്ങനെയാണ് ഇതിനെ പറയുന്നത് കേട്ടാ. അപ്പോൾ വെറൈറ്റി ഡാൻസുകൾ ഇത് കുറേ നേരം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അധികമൊന്നും കാണിക്കുന്നില്ല, കുറച്ച് നേരം 2 മിനിറ്റ് കാണിക്കണുള്ളൂ. കുറേ നേരം ഉണ്ട്, നമുക്കിതൊരു 1 മണിക്കൂറോളം നമുക്ക് അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റും. 1-2 മണിക്കൂറുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഡാൻസൊക്കെ. സംഗതി കണ്ടിരിക്കാനൊക്കെ രസമാണ്. പക്ഷെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കുറേ ടൈമിങ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഫ്രൂട്ട്സ് ക്രോക്കഡൈൽ ഇവിടെ ഭയങ്കര ഹരാട്ടാ. ഫുൾ ക്രോക്കഡൈലിൻ്റെയാണ് പരിപാടികളാണ്. മീൻ നോക്കിയാൽ ആർക്ക് വിമാനം കണ്ട. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വല്ല പരിപാടി ഉണ്ടോന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഇത് നമ്മുടെ വീട്ടിൽ അല്ല നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുള്ള സാധനം കേട്ടോ. കൂന്തള് പോലത്തെ മീനില്ലേ? കടൽപ്പേന അല്ലേ? കോറൽ ഐലൻഡിൽ പട്ടായ സിറ്റിയിൽ തന്നെ
ഇവിടുത്തെ വെള്ളത്തിലത്തെ കുറച്ച് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. കാണാൻ നോക്കി എന്നിട്ട് കാര്യമില്ല. ഇവര് പോയില്ലെങ്കിൽ ഒന്നാമതൊക്കെ നമുക്ക് വയ്യ നടക്കാൻ. അവരും അവരിപ്പോ കൊണ്ടുപോകും കയ്യിൽ ഇനി പോയിട്ട് ഇടി കിട്ടണമെങ്കിലാ നമ്മളിപ്പോ കടലിന്റെ നടുക്കിലേക്ക് പോകണുണ്ട്. അവിടെ വലിയൊരു ബോട്ട് പോലത്തെ ഇതില് പാരച്യൂട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ചെറിയൊരു ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളപ്പോ വലിയൊരു ഷിപ്പ് പോലത്തെ ഒരു ബോട്ടിലേക്ക് എത്തിയിട്ട് കേട്ടാ. എല്ലാവരും നമ്മൾ കയറി അടുത്ത പരിപാടികൾക്കുള്ളതിലേക്ക് പോണു. ഫുൾ ടീമുകൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സെറ്റപ്പ് സ്ഥലമാണ്, നല്ല അടിപൊളി. കുറേ ചേച്ചിമാർ നിറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണവര്. ഹായ്. എല്ലാവരും താറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവരെ കറക്റ്റായിട്ട് പിടിക്കുന്നു നമ്മൾ. അപ്പോഴേക്കും അഭിനവ് പറഞ്ഞു കേട്ടാ, വന്നോണം പറഞ്ഞു. ഫോട്ടോ വരെ എടുക്കാൻ പറ്റുന്നില്ല നമുക്ക്, തിരിച്ചു വരുമ്പോൾ എടുക്കാം എന്തായാലും. അവനത് ഒരു ധൃതിയിൽ കൊണ്ടുപോകണം എല്ലാവരും. അവർ വേഗം അടുത്താളെ കണ്ടതേ പോയി വന്നത് അറിഞ്ഞില്ല. വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്തത് ജിലുവിനെ പിടിക്കാൻ പോകും. നമ്മുടെ ജിലു സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ജിലു താറ്റയൊക്കെ തരുന്നല്ലോ. പോയ പോലെയല്ല, തിരിച്ചു വരുമ്പോ പേടിയില്ല കേട്ടാ. ജിലു ലാൻഡ് ചെയ്യണം കേട്ടാ. ജിലു ലാൻഡ് ചെയ്യാൻ പോണു. കാല് മടക്കിയിട്ടൊക്കെ പിടിച്ചിറങ്ങല്ലോ. ലാൻഡായി. അടുത്തത് ബെസ്റ്റിൻ കയറുന്നുണ്ട്. 2 സെക്കൻഡ് കൊണ്ട് ആള് തിരിച്ചു പോകുന്നത്. ജിലു ഇറങ്ങിയ വഴിക്ക് ആളുടെ ഇട്ട വഴിക്കാണ് ആള് പറഞ്ഞു പോകുന്നത്. ബെസ്റ്റിൻ പറഞ്ഞു പോണു. നമുക്കിത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ മുക്കണ്ടേന്നൊക്കെ അവർ ചോദിക്കട്ടാ. അപ്പൊ ജിലുവിനൊന്നും മുക്കണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോ ബെസ്റ്റിൻ മുക്കാൻ പറഞ്ഞു. അതേ മുക്കണു. ഹാഫ് മുക്കി കണ്ട. നമ്മുടെ അടുത്ത് ചോദിക്കും എന്താ ഹാഫ് മുക്കണോ ഫുള്ള് മുക്കണോ എന്നൊക്കെ ചോദിക്കും അവര്. അപ്പൊ അതിനനുസരിച്ച് അവര് മുക്കും നമ്മളെ. ജിലു എത്തി. ബെസ്റ്റിൻ പറഞ്ഞു. ബെസ്റ്റിൻക്ക് 2 കൈയും വീശിട്ടേക്കല്ല പറയണേ. എന്താ അടിപൊളി. ഇതപ്പോ ഞാൻ പോയിട്ട് വരാം കേട്ടോ. എന്നെ ബലായിട്ട് പിടിച്ചോണ്ട് പോണു. അടുത്ത ആള് വരുമ്പോഴേക്ക് വിടുന്നത് എന്നെ പറത്തി വിട്ടു. എന്റെ പൊന്നമ്മച്ചേ. വെള്ളത്തിൽ മുക്കിയത് കണ്ട. പറക്കണണ്ട. സിമ്പിളായിട്ടാണ് ഇട്ട് പറക്കണ. കൈ വീശിയിട്ട് പറക്കണ. നോക്കിക്കോ. നമ്മളത് കയറുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ അത് ലാൻഡ് ചെയ്യുമ്പോൾ അപ്പം ഒന്നും പേടിയൊന്നും ഉണ്ടാവില്ല. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്താ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് കയറാം.
ആ പിന്നെ ഇത് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്ത സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടാ. സ്പീഡ് ബോട്ടിലൊക്കെ പോവാനുള്ള നോക്കിയാ എന്താ വലിയ സെറ്റപ്പാട്ടാ. സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലെന്തോ ഒരു ഷോയും പരിപാടി പിന്നെ തായ് ഫുഡ് പരിപാടികളൊക്കെ ആയിട്ടാണ് നീങ്ങണം കേട്ടോ. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് പുറത്തത്തെ ഇത് കാണാൻ നോക്കും. ഇവിടെ ഇങ്ങനെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. താമരയുടെ ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു സൈക്കിൾ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ, വലിയൊരു വണ്ടി. ഇവിടെ ഗെയിംസ് ആണ്. ആ ഇതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി വീഴും ഇല്ല, അബി എറിഞ്ഞ് ആളെ വെള്ളത്തിലാക്കി. വെള്ളം നനഞ്ഞു. ഗെയിംസ് ഇനി അടുത്ത ഗെയിം ഉണ്ട് ഇവിടെ. വേറെ എന്താ ഗെയിമുകളുണ്ട്? ഫുൾ ഗെയിംസുകളാ. ബലൂൺ പൊട്ടിക്കുന്ന പരിപാടികളാ. നമ്മുടെ ഫുൾ ടീം ഉണ്ട് ഇവിടെ ഗെയിം കളിക്കാൻ. ഇവിടെ ഡാൻസിന്റെ പരിപാടിയാണ്. അവിടെ മ്യൂസിക് ബാൻഡ് ഉണ്ട്. ആ മ്യൂസിക് ബാൻഡുകാരുടെ കൂടെ ഒരു പട്ടിക്കുട്ടി അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പാടാൻ വന്ന ആരുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ. പോമറേനിയനാണ്, ടോയ് പോം. അപ്പോൾ നമ്മളതിനെ കണ്ടതും നമ്മൾ കാലോലിച്ച് ആൾ ചാടി നമ്മുടെ മേല് കയറാൻ നോക്കണത്. അടിപൊളി സാധനം. കുറച്ചേരൊക്കെ ഞങ്ങൾ നോക്കി അതിൻ്റെ ഉടമസ്ഥൻ വരുന്നുണ്ടോന്ന്. അവസാനം നോക്കിയപ്പോൾ ആള് വന്നിട്ട് കണ്ടു ഞങ്ങളെ. എന്താ പപ്പിയാണ് കേട്ടോ, അധികം പ്രായമായിട്ടില്ല. പപ്പിയാണ്, ഹെയറൊക്കെ ട്രിം ചെയ്തിട്ടുണ്ട്. ശരിക്കും പോമറേനിയൻ തന്നെയാണ്. ഉണ്ടാ ബായ് എന്ന് പറഞ്ഞിട്ടും ആൾക്കിതില്ല. അവിടെ ജില്ലു അവിടെ നിൽക്കുന്നുണ്ട്. ഈ ചേച്ചിയുടെ ആണോ എന്ന് സംശയമുണ്ട്. അപ്പം നമ്മൾ മൈൻഡ് ചെയ്യില്ല ആള്.
അവിടെ എന്തോ മൊബൈലിൽ എന്തോ നോക്കി നിൽക്കണം. ഇപ്പോൾ വിളിച്ചപ്പോൾ മനസ്സിലായി, അതിന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളെങ്കിലും മാറി നിന്ന് വന്നതാണ് കേട്ടോ. തായ്ലാൻഡിലത്തെ ഫുഡുകൾ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു എക്സിബിഷൻ പരിപാടിയാണ്. ചിക്കൻ്റെ കാല് വെറൈറ്റി ഐറ്റംസുകളുണ്ട്. ചിക്കൻ കൊണ്ടാണ് ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ഒരുവിധെല്ലാം ചിക്കൻ ഐറ്റംസ് ആണ് കേട്ടോ. ചിക്കൻ്റെ ഐറ്റംസ് ആണ് ഒരുവിധെല്ലാം സാധനങ്ങൾ. ഓംപ്ലേറ്റ് അത് മീൻജനാണ്. ചിക്കൻ്റെ സാധനം ഉണ്ടായിട്ട് ഞങ്ങളധികം വെജിറ്റബിൾസ് കഴിക്കട്ടെ. അതെ, ഫുൾ ഫുഡ് വേണ്ട. നമ്മൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഏത് മാമ്പഴം കഴിക്കുന്നു. ഫുഡ് വെജിറ്റബിൾസ്, തണ്ണിമത്തൻ ഇവ സാധനം നമുക്ക് കോഴിക്കാലൊക്കെ കണ്ടോടി കഴിക്കാൻ പറ്റാണ്ടായി. തീർച്ചയായിട്ടും പാട്ടൊക്കെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ജെംസ് ഗാലറി എന്ന് പട്ടായയിലാണ് നമ്മൾ വന്നത് കേട്ടോ. ജെംസ് ഗാലറി ഭയങ്കര ക്യൂ ഒക്കെയാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇറങ്ങി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് പരിപാടി ഇങ്ങനെ വണ്ടി പോവാട്ടോ. നമ്മുടെ പരിപാടി കഴിഞ്ഞു.有这个泰国国家 ISO 鉴定部门的认章啊。最重要的一点还要看一下，在我们这边你消费到2斤猪啊，可以拿出护照、那个地税单、那个നമുക്ക് ജ്വല്ലറികൾ, ആഭരണങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാനുള്ള സ്ഥലം. നൂക്ച് ഗാർഡൻ പട്ടായയിലത്തെ.
കൊടുക്ക് കൊടുക്ക് I pick up on the way now. കൊടുക്കറാ. ആവശ്യമില്ലാണ്ട് പഴം കഴിഞ്ഞാ ജൂലുവിൻ്റെ ഒക്കെ കുട്ടി ആനക്കുട്ടിക്ക് ഉണ്ട് ഒരെണ്ണം കൊടുക്കണം, ചെറുതുണ്ട്. എത്ര? ആ കൊടുക്ക, ഫോട്ടോ എടുക്ക്. ബാത്തല്ല, നമ്മുടെ കാശല്ലല്ലോ. വല്ല മേമ ഫോട്ടോ ആസ്വദിക്കണു. അമ്മി മോന്ตอนกว่า20 สวนตลอดเส้นทางรถชมวิวแล้วก็เข้าไปจอดให้ได้เดินถ่ายรูปแล้วก็เดินชมสวนให้ตามอัธยาศัยซึ่งจะมี3จุดที่จะจอดให้ลงชมแล้วก็ถ่ายรูปโดยไม่ได้นะครับซึ่งด้านในสวนครับต่อมาท่านได้มอบให้ลูกชายของท่านคือคุณกำพลตันสกัดปัจจุบันนั่นเองส่วนนุษย์มีเนื้อที่ทั้งหมด1,000 รวมพันไม้มากกว่า 18,000 ชนิดจะมีอยู่5 ชนิดหรือว่าเป็นสวนสัตว์ปลูกบ้านก็ว่าได้ตลอดจนลูกปั้นไดโนเสาร์หลากหลายสายพันธุ์ที่อยู่ด้านในมาประดับตกแต่งสวนด้วยเดี๋ยวจะพาเข้าไปชม100 บาทถึง 3,800 บาททุกส่วนเดี๋ยวเราอาหารเช้าฟรีค่าผ่านประตูแล้วก็ชมสวนฟรีด้วยนะครับถัดมาจะเป็นสวนกระถางและสวนกล้วยไม้นะจุดนี้จะเป็นจุดแรกที่นะครับเพราะเมื่อไหร่പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പരിപാടിയുണ്ട്. അത്രയധികം സാധനങ്ങൾ പ്രതിമകളായിട്ട് തന്നെ കാണാണ്ട്.
കിടക്കുന്നുണ്ട്, അവിടേക്കാണ് പോണത് നമ്മൾ. ഇതിൽ ആനനെ തൊട്ട അബി ഫോട്ടോ എടുത്തോ. അഭിനവ് പോണു കേട്ടോ. Once more. ആ കുട്ടി ആനയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്ക്. തൊട്ടാ തൊട് തൊട് അതിന് തൊട്. നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടാ. അടുത്ത ബെസ്റ്റ് ആനയ്ക്കും ബെസ്റ്റിനൊന്നും ഒരു വിഷയമില്ല. ചെറുതിന്റെ അടുത്തേക്ക് പോ. ജിലു ആനപ്പുറത്ത് കയറാൻ പോകാട്ടാണ്. 100 ബാത്ത് കൊടുത്തു കേട്ടാ. หมดเวลานะครับสำหรับการถ่ายรูปนะครับประชา好，出来拍照，好，请开始了，完了，接下来表演完，接来吧，接来，然后开始了，完了。ആനകൾ ഓടി വരുന്നുണ്ട്. ഫുട്ബോൾ കളിയുള്ള പരിപാടി തോന്നുന്നുണ്ട്. ഇവിടെ പരിപാടികൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനകൾ ഓരോന്നും ചെയ്യും. അത് കഴിഞ്ഞാൽ ആനകളാണ് നമ്മുടെ നിന്ന് പൈസയൊക്കെ മേടിക്കാട്ടോ. ബാത്ത് ചോദിച്ചിട്ട് വരും, ബാത്ത് എല്ലാവരും. അപ്പോൾ നമ്മളും ആനയ്ക്ക് ബാത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആനപ്പുറത്ത് കയറാനൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറുകയും ചെയ്യാം. എല്ലാം നല്ല സംഭവങ്ങളാണ് കേട്ടോ. ആനേനൊക്കെ ഫുൾ ട്രെയിനിങ്. നമ്മുടെ അവിടെ ആനേനെ ഒന്നും വെച്ചിട്ട് ഇങ്ങനെ മൃഗങ്ങളെ വെച്ചിട്ടൊന്നും പരിപാടി നമ്മുടെ ഇന്ത്യയിൽ നടക്കില്ല. അത് പുലിവാലാണ്. ഇവിടെ ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മൾ ഇതിലാണ്. മൃഗങ്ങളെ വെച്ച് പെറ്റ്സാണ് കംപ്ലീറ്റ്. ഇപ്പോൾ നമ്മൾ ആന, ഫുട്ബോൾ കളി എല്ലാം ഉണ്ട്, പരിപാടികളുണ്ട് കേട്ടോ. എല്ലാം ഓട്ട മത്സരം. പിന്നെ ആന നമ്മുടെ ആനയുടെ കാലിൻ്റെ ഇടകൂടെ അതേ ബാത്താണ് ചോദിക്കുന്ന കേട്ടോ. ആന ബാത്ത് ആൾക്കാരെ ഒന്ന് ബാത്ത് ചോദിക്കണ കാണുമ്പോൾ തന്നെ ആൾക്കാർ എടുത്ത് കൊടുക്കും. ആനയല്ലേ, ആനയുടെ കുറേ പരിപാടികൾ, നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ആനകളാണ്. ഫുൾ ആനകൾ. നമുക്ക് ആനയുടെ പുറത്ത് കയറി എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാത്തിനും ബാത്ത് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലേ, അപ്പോൾ അതിനൊക്കെ വേറെ ചാർജ് വരും. ആളുടെ പെർഫോമൻസ് കണ്ടതേ ഫുൾ ട്രെയിൻഡ് ആനകളാവും. കുറേ ആനകളുണ്ട് കേട്ടോ. ആനക്കുട്ടികളും ഉണ്ട്, കുഞ്ഞു കുട്ടികളും ഉണ്ട്. ഓരോ പരിധി കഴിഞ്ഞാൽ വരും, ബാത്ത് ചോദിക്കാൻ വേണ്ടി വരും നമ്മുടെ അടുത്തേക്ക്.
20 ബാത്ത്, 50 ബാത്ത്, 100 ബാത്ത് കാണിക്കണണ്ടാ. എന്താല്ലേ ഉണ്ടാ, 2 കായും ഇരുന്നിട്ടൊക്കെയാണ് പടക്കണത്. ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെ. കുട്ടികൾക്കൊക്കെയാണ് ശരിക്കും ഇത് കാണേണ്ടത്. ഒരുപാട് കുട്ടികൾ ഇത് കാണാൻ വന്നിട്ടുണ്ട്. അടിപൊളി പരിപാടി എന്തായാലും. നമ്മുടെ അവിടുന്ന് ഗാലറിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് കിടത്തിന് ഇതേ അഭിനവ് പോയിന്റ്, ബെസ്റ്റിൻ പോയിന്റ്, ഇതേ ബെസ്റ്റിൻ കിടക്കുന്നു. ആന അവരെ കവച്ച് വെച്ച് പോകുന്നു പറയുന്നുണ്ട്, ചവിട്ടാണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ അഭിനവ് ലാസ്റ്റിലാണ് കിടക്കണത്. ഇതേ ബെസ്റ്റിന്റെ അതില് കവച്ച് വെച്ച് പോയി. എൻ്റെ പിന്നെ ആനയ്ക്ക് അങ്ങനെ അറിയാണ്ട് കാല് തെറ്റി കഴിഞ്ഞാൽ പെട്ടു. ഫുൾ ട്രെയിൻഡാണ് കേട്ടോ ആനകളൊന്നും കുഴപ്പമില്ല. ഇതേ കുണുങ്ങിയാണ് വരണത്. കണ്ടാ ആളതെ തല മസാജ് ചെയ്ത് കൊടുക്കുന്നു. അബിയുടെ പുറം തലയൊക്കെ മസാജ് ചെയ്യുന്നു. കണ്ട സിമ്പിളായിട്ട് കിടന്നുപോയി. എനിത്തോളം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും പൈസ കൊടുക്കുന്നില്ല. ഇത് അവർ വിളിച്ചിട്ട് ആൾക്കാരെ നമ്മളെ കിടത്തുന്നുണ്ട്. ഇതൊക്കെ ഫ്രീയാ, സുഖമാണ് പരിപാടി. അങ്ങനെ ആനയുടെ പരിപാടികളും ഇതിൻ്റെ ഉള്ളിൽ നിറയെ വണ്ടികൾ കേട്ടോ. വണ്ടികളുടെ ഒരു ഷോ നമ്മളിവിടെയൊക്കെ ഉണ്ടാവണ പോലെ തന്നെ. പിന്നെ എല്ലാ വണ്ടിയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സിമോദ് SIMODH സിമോദ് AB എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഉണ്ട് എൻ്റെ. അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടികളുണ്ടോ പെട്ട സാധനങ്ങൾ. ഇത് പൈസ കേട്ടോ, പൈസ കുത്തി വെച്ചാണത്. ബാത്ത്, തായ് ബാത്ത്. ഈ വീഡിയോ നമ്മളിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളിത് 3 ദിവസം പട്ടായയിൽ കറങ്ങിയ വീഡിയോകളാണ് ഇട്ടത്. ഇനി ബാങ്കോക്കിൽ പോയ വീഡിയോ വേറെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.